ഹലോ എവ്രി വൺ. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മോണിക്ക ഒരു AI സ്റ്റോറി എന്ന സിനിമയുടെ ഡയറക്ടറാണ് അഷ്റഫ് സാർ. വെൽക്കം ടു മാജിക് മീഡിയ. സോ ഫസ്റ്റ് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, മോണിക്ക ഒരു AI സ്റ്റോറി. അപ്പോൾ അത് AI സ്റ്റോറി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് കുറച്ച് ഇതുണ്ടാവും, ഇത് ഏതൊരു ജോണറാണെന്നൊക്കെ. അപ്പം നമ്മുടെ മൂവി എങ്ങനെ ഏത് ജോണറിലായി പെടും? ഇത് ശരിക്കും പറഞ്ഞാലൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് സ്റ്റോറിയാണ്, ഫിലിമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ജോണർ ചോദിക്കുമ്പോൾ ഇതൊരു കുട്ടിയും ഒരു ഇൻ്റർനെറ്റിലൂടെ പരിചയപ്പെട്ട ഒരു AI ആയിട്ട് പരിചയപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഏത് ജോണറിലും വെക്കാം. കുട്ടികളുടെ സിനിമ ആക്കാം, സയൻറ്റിഫിക് ഫിലിം ആക്കാം. സയൻറ്റിഫിക് ഫിലിം എന്ന ജോണർ ഉണ്ടല്ലോ, നല്ല സയൻസ് ഫിക്ഷൻ ആക്കാം. പിന്നെ ഒരു നല്ല ഒരു മെലോ ഡ്രാമയും ഒരു ഫാമിലി മൂവി, നമ്മൾ ഊന്നൽ കൊടുക്കുന്ന ഫാമിലി മൂവിയാണ്. പിന്നെ വേറൊരു ഇത് മലയാള സിനിമയിൽ പലപ്പോഴും സംഭവിക്കുന്നത് ബോറടിപ്പിക്കാത്ത ഒരു സിനിമ ഒരു ജോണറും കൂടി ഉണ്ട്. ആളുകൾ ലാഗ് ചെയ്ത് കൊല്ലാത്ത അതും കൂടിയാണ്. ലാഗ് ഇല്ലാന്ന് മാത്രം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ തീർന്നു പോയല്ലോ നിങ്ങൾ വിചാരിക്കും. അതുകൊണ്ട് എന്താ കാരണം വെച്ചാൽ ഇത് സിനിമ ഞാനൊരു 5-10 പ്രാവശ്യം ആൾക്കാരെ കൊണ്ട് മാറ്റി ഡബ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ മാറ്റി എടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇട്ട് കാണുമ്പോൾ ഇത് ബോറടിക്കുന്ന ആളുകൾക്ക് തോന്നും, അപ്പോൾ ലാഗ് ഒഴിവാക്കും, വീണ്ടും മാറ്റും. പിന്നെ ഡയലോഗിൽ മോനെ അന്ന് കുറേ ഒരു ഡ്രാമ പോലെ തോന്നും, അവർ വീണ്ടും വിളിച്ച് ഡബിക്കും. പെർഫെക്റ്റായി എനിക്ക് തോന്നിയപ്പോഴാണ് ഞാനത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ മാറിയത്. പിന്നെ ഇത് ഒരു കുട്ടികളുടെ സിനിമ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കുട്ടികളെ പാമ്പർ ചെയ്യുന്ന ഒരു സിനിമ. കുട്ടികളെ ഒന്ന് ലാളിച്ച് അല്ലെങ്കിൽ അവരെ നമ്മൾ ഈ കുട്ടി എന്ന് പറയുന്ന സംഭവം അതും ഒരു കമ്പ്യൂട്ടർ പോലെ അങ്ങനെ പോവാണ്. അതൊരു പുതുമ നിലനിർത്തുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൂവിയാണല്ലോ. അപ്പോൾ ഈ പൊതുവെ ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ മെയിൻലി കാണുന്ന ഒരു ഇതാണ്, ഹ്യൂമനെ ഓവർ പവർ ചെയ്തിട്ട് AIs വരാൻ പോകുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ സോഫിയ അങ്ങനെ ഇപ്പോൾ കുറേ പേര് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മുടെ ന്യൂസ് വായിക്കാനടക്കം റീപ്ലേസ് ചെയ്ത് തുടങ്ങി. നടന്നത് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ശരിക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഈ ഒരു AI എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറും അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മുടെ വേൾഡിൽ വന്നാൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? റീപ്ലേസ്മെന്റ് അത് ലോകത്തിൽ നടക്കുന്ന സയന്റിഫിക് എക്സ്പ്ലോർ ഇന്ത്യയിലെത്താൻ കുറച്ച് സമയം എടുക്കാറുണ്ട് മുമ്പ്, ഇപ്പോഴല്ല. അപ്പോൾ നിങ്ങളെ പോലെ പുതിയ തലമുറ എക്സ്പ്ലോർ ചെയ്യും. അതാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പണ്ട് പറഞ്ഞു കൊടുക്കണം. ഇതിപ്പോ യൂണിവേഴ്സിൽ ഒരു ഗ്രാമമായി, ലോകം മുഴുവൻ ഒരു വില്ലേജായി. ഇനിയിപ്പോൾ ഒന്നും ആൾക്കൊന്നും പറയും. ഇപ്പം യൂറോപ്പിൽ നിന്നുകൊണ്ട് എൻ്റെ വീട്ടിൽ എന്താ നടക്കുന്നുള്ളത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും, ഗൂഗിൾ മാപ്പ് നോക്കിയാൽ. അപ്പോൾ അത് സംഭവിച്ച പോലെ നമ്മൾ മലയാള സിനിമയും ചെയ്യാത്ത ഒരു കാര്യം അങ്ങനെ നമ്മൾ ചെയ്തല്ല. നമ്മളൊക്കെ ഉള്ള സംഭവം വെച്ചിട്ട് ക്യാമറ മറ്റൊന്ന് വെച്ചിട്ട് ചെയ്യാന്നല്ലാതെ ഒരു പരീക്ഷണത്തിന് എക്സ്പെരിമെൻ്റ് അധികാരമില്ല. അതിനകത്ത് ഇടി അടി ന്യൂജൻ കണ്ടന്റൊക്കെ വെച്ച് കൊണ്ടുപോകാന്നല്ലാതെ അത് കൂടാനുകൂടികൾ കറക്റ്റ് ചെയ്യാന്നല്ലാതെ എന്താണ് ഒരു അത് എനിക്ക് തമിഴ് സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇന്ദിരൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ല, രജനികാന്ത്. അപ്പോൾ എന്തൊരു അവരെടുത്ത് എല്ലാം ഇപ്പം നമ്മളിപ്പോൾ പുതിയ കൺസെപ്റ്റിൽ വരുമ്പോൾ ശങ്കറൊക്കെ ഇങ്ങനെ ഒരു ഫിലിമിൻ്റെ ആ തോട് മാറ്റിയിട്ട് ടെക്നിക്കലായിട്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച ആളുകളാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഇതുപോലൊരു സിനിമ മുമ്പ് ഇറങ്ങി ഇപ്പോൾ പല കോൺട്രവേഴ്സി നടക്കല്ലേ. അപ്പോൾ ഞാനിങ്ങനെ സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് സെൻസർ കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഹെർ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് ഫിലിമുണ്ട്. അതിൽ AI ആണ്, പക്ഷെ അതിൽ കാണുന്നില്ല, ശബ്ദത്തിലൂടെയാണ്. അപ്പോൾ അതിനോട് പ്രണയിക്കുകയാണ് അയാൾ. അപ്പോൾ അങ്ങനെ വന്നപ്പം ഒരു ഒരു രീതിയിലൊരു സിനിമ ലോകത്ത് വന്നിട്ടുള്ളൂ, അത് ഹോളിവുഡ് പടം. ഇന്ത്യയിലല്ല ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ AI നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോകും. നിങ്ങൾ പറഞ്ഞ കറക്റ്റാ. ഈ സോഫിയ പറഞ്ഞിട്ടുണ്ട് ഞാൻ ലോകം നശിപ്പിക്കുന്നതൊക്കെ പറ്റും. ആറ്റോമിക് എനർജി ഉണ്ടാക്കിയത് എന്തിനാണ്? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനാണ്. പക്ഷെ പിന്നെ ഉപയോഗിച്ചത് എന്തിനാ? ലോകം ഇല്ലാക്കാതെ. അപ്പോൾ നമുക്കതുപോലെ നമ്മൾ ഈ AI വളരെ നെഗറ്റീവായിട്ടാണ്. നമ്മൾ ഇതിനെന്ത് ചെയ്യുന്നു? പോസിറ്റീവാക്കും. അത് ആ ഒരു പോസിറ്റിവിറ്റി ഇല്ലായിരുന്നുവെങ്കിൽ ഈ സിനിമ നിലനിൽക്കില്ല. കാരണം നമ്മളൊരു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇപ്പം നമ്മുടെ പല സിനിമകളും മലയാള സിനിമയിൽ പല സിനിമകളും അവസാനിപ്പിക്കുന്നത് സാധാരണ പണ്ടൊക്കെ ഒരു കൊലപാതകം നടത്തിയ ഒരാളെ അറസ്റ്റ് ചെയ്ത് വിടും. ഇപ്പോൾ കൊലപാതകം നടത്തിയ ആൾ ഫ്രീ ആയിട്ട് വിടുക സിനിമയിൽ.
ഒരു ഹാപ്പി എൻഡിങ്. ഹാപ്പി എൻഡിങ് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഞാൻ സിനിമയുടെ പേര് പറയുന്നില്ല, അയാൾ ഒരു മൂന്നോ നാലോ മേർഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ അയാളെ പിന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നില്ല, അയാൾ തുടർന്ന് അങ്ങനെ പോവാണ്. പണ്ടങ്ങനെയല്ല. അപ്പോൾ നമ്മളെ ഒരു കൺസെപ്റ്റിൽ ഡിസ്ട്രക്റ്റീവ് കൺസെപ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ചോദ്യം കറക്റ്റാണ്. AI വളരെ നല്ല രീതിയിൽ ലോകത്തെ കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ് ഇത്. മലയാളത്തിൽ ചില സിനിമ അൺടൈമായിട്ട്, അതായത് അസമയത്ത് വരും. ആ സിനിമ ചിലപ്പോൾ എന്താ പറയുക, ആളുകൾ പറയുമല്ല ഇന്നലെ അത് ആ സമയത്ത് വരേണ്ടതല്ലേ, ഇത് ഇപ്പോൾ വരേണ്ടതാണ് തോന്നുന്നു. അങ്ങനെയുള്ളൊരു സിനിമയത്.